നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് യാത്രാമൊഴിയേകി നാട്. മൃതദേഹം വഴിക്കടവ് കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കരിച്ചു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച അനന്തുവിന്റെ വീട്ടിലും സ്കൂളിലും വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. LDF നേതാക്കളും നാട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റായിരുന്നു 15 വയസ്സുകാരൻ അനന്തു മരിച്ചത്. അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം വഴിക്കടവിലേക്ക് കൊണ്ടുവന്നു. ആദ്യം അനന്തു പഠിച്ചിരുന്ന മണിമോളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വെള്ളക്കട്ടയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. നാടാകെ അനന്തുവിനെ കാണാൻ വന്നപ്പോൾ വീടൊരു സങ്കടക്കടലായി. അമ്മയും അച്ഛനും സഹോദരിമാരും ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അനന്തുവിന്റെ മൃതദേഹം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നു. തുടർന്ന് കുട്ടിക്കുന്ന് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, KK ശൈലജ ടീച്ചർ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, LDF സ്ഥാനാർത്ഥി M സ്വരാജ് അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളും UDF BJP നേതാക്കളും അനന്തുവിന്റെ വീട്ടിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. വീടിന്റെയും നാടിന്റെയും പ്രതീക്ഷയായിരുന്നു അനന്തു. മകനെ നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖത്തിലാണ് സുരേഷും കുടുംബവും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.